അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട SNEC വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈദാശംസകൾ നേരുകയാണ്. ഈദുക്കും മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വിശുദ്ധ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ച് വീണ്ടും ഒരു റമളാനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, അതിൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി. അല്ലാഹു അനുഗ്രഹിച്ച് റമളാൻ മാസത്തിലെ നോമ്പ്, തറാവീഹ്, മറ്റ് തഹജ്ജുദ്, പരിശുദ്ധ ഖുർആൻ പാരായണം, മറ്റ് അദ്കാറുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇതിൻ്റെ ഒരു ആഘോഷമാണ്. ഇതൊക്കെ അല്ലാഹു സ്വീകരിച്ചതിൻ്റെ, ഇതിനൊക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചതിൻ്റെ ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷം, ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇനി വലിയ പെരുന്നാളിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറഫാ ദിനത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ അറഫയിൽ ഒരുമിച്ച് കൂടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിനിധികളിലൂടെ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു മഹത്തായ സംരംഭം, അതിൻ്റെ സന്തോഷമാണ് ബലി പെരുന്നാളിൽ നാം ആഘോഷിക്കുന്നത്. അതുപോലെ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ സന്തോഷം നാം ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ പ്രധാനമായി എനിക്ക് നൽകാനുള്ള സന്ദേശം, ഈ റമളാനിലൂടെ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ ആത്മവിശുദ്ധി, ഈമാനികമായ ചൈതന്യം, അത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നാം ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ ഇച്ഛകളിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് പരമാവധി ഉയർന്ന് നമ്മുടെ ചിന്തകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ മാസമാണ് ഈ കഴിഞ്ഞ മാസം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്കറിയാം, പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, നോമ്പുകാരൻ്റെ വായനാറ്റം അള്ളാഹുവിൻ്റെ അടുത്ത് മിസ്കിനേക്കാൾ പരിമളമുള്ളതാണ് എന്നും. എന്താണ് ഇതിൻ്റെ കാരണം? അത് നാം നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന്, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഇച്ഛയാണ്. ഇതിനെ കീഴ്പ്പെടുത്തി, ഇതിനെ നിയന്ത്രിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ ആ ഒരു വാസനയാണ്. മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ല. അവരുടെ ഭക്ഷണം ദിക്റും തഹ്ലീലുമാണ്. അവർക്ക് മറ്റ് ഭക്ഷണങ്ങളില്ല. അപ്പോൾ അവരുടെ സ്വഭാവത്തെ അതിനോട് സദൃശ്യപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായ വാസനയായതുകൊണ്ട് ആ വാസന അവിടെ ഇഷ്ടപ്പെടുന്നു, അവർക്കത് താല്പര്യപ്പെടുന്നു. ആത്മീയ ലോകത്ത് അത് വലിയ പരിമളമാണ്. അതേസമയത്ത് ഉള്ളി തിന്നവർ പള്ളിയിൽ കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുർഗന്ധമുള്ള വസ്തുക്കൾ കഴിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനുഷ്യന്മാർക്ക് മാത്രമല്ല, അത് മലക്കുകൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ ദുർഗന്ധമാണല്ലോ. പക്ഷെ ഒന്ന് നാം നമ്മുടെ ഇച്ഛയ്ക്ക് അടിമപ്പെട്ടതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. നാം ഭക്ഷണം കഴിച്ചു, അത് നമ്മുടെ ഇച്ഛയാണ്. അതിന് കീഴ്പ്പെട്ടതിൻ്റെ ഫലമായി ഉണ്ടായ വാസനയാണ്. അതുകൊണ്ട് അത് അതിൻ്റേതായ പ്രകൃതിയിൽ തന്നെ നിലനിന്നു. അതേസമയത്ത് മറ്റത് ഭക്ഷണം കഴിക്കാതെ നോമ്പനുഷ്ഠിച്ചതിനാൽ ഉണ്ടായത് നാം നമ്മുടെ ഇച്ഛകളെ കീഴ്പ്പെടുത്തിയതിൻ്റെ, അതിനാൽ ഉണ്ടായിത്തീർന്ന അതിൻ്റെ ഫലമാണ്. അപ്പോൾ അത് മലക്കുകൾ ഇഷ്ടപ്പെട്ടതായി. അങ്ങനെ നമ്മളും ഈ മനുഷ്യ പ്രകൃതിയും മലക്കാനിയായ ആത്മീയമായ പ്രകൃതിയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പാലമായിരുന്നു വിശുദ്ധ റമളാനും. ആ ഒരു പാലം, അതിൽ നാം എത്ര കണ്ട് വിജയിച്ചോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഗുണഫലം. നോക്കൂ നിങ്ങൾ, അവസാനം ലൈലത്തുൽ ഖദറിൽ മലക്കുകളും റൂഹും ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. റബ്ബിൻ്റെ സമ്മതപ്രകാരം എന്നാണ് പറയുന്നത്. റബ്ബിൻ്റെ സമ്മതപ്രകാരം അല്ലാതെ ഒന്നും ഇവിടെ നടക്കാറില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് സമ്മതം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, സമ്മതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സമ്മതം ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടാണ്. അപ്പോഴാണ് സമ്മതം എന്ന് പറയുക. അല്ലെങ്കിൽ അമ്ര് എന്നാണ് പ്രയോഗിക്കുക. അപ്പോൾ ഇവിടെ അതിൽ കുറേ വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു മാസക്കാലം ഈ മലക്കുകളോട് താദാത്മ്യപ്പെടൽ, അവരുടെ സ്വഭാവത്തെ നാം അനുകരിക്കാനുള്ള ഈ ശ്രമം, അതിലൂടെ നാം അവരോടുള്ളൊരു ബന്ധം ശക്തമാക്കുകയും മലക്കാനിയായ സ്വഭാവം നമ്മിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അതിൻ്റെ പേരിൽ മലക്കുകൾ ഇങ്ങോട്ട് നമ്മെ കാണാനും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് വന്ന് സലാം പറയുവാനും അവരുമായി ബന്ധപ്പെടുവാനും, വേണ്ടി വന്നാൽ മുസാഫഹത്ത് ചെയ്യുവാനും അവർ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു എന്നാണ് അർത്ഥം. അതാണ് അതിൻ്റെ താല്പര്യം. അതിലേക്കാണ് ആ ബിഇദ്നി റബ്ബിഹിം എന്ന് സൂചിപ്പിക്കുന്നത്. ഇമ്മസ്തഅ്ദനു അവിഷ്താഖു എന്നാണ്. ഒന്നുകിൽ അവർ സമ്മതം ചോദിച്ചു, അല്ലെങ്കിൽ അവർ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുകയാണ്. അങ്ങനെ ഒരുപാട് ഉയരും.
നമുക്കറിയാലോ, ഒരു സഹാബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മലക്കുകളാണ്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ ആ സംഗതി. ഒരു മനുഷ്യൻ്റെ മയ്യത്ത് മലക്കുകൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വെച്ച് കുളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ മനുഷ്യൻ ഉയരുകയാണ്. അപ്പോൾ ആ ഒരു ഉയർച്ച ഉയർന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ലിസ്വാഇമി ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി എന്നാണ്. നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന സമയത്ത്. അത് നോമ്പ് പൂർണ്ണമായി അവസാനിക്കുന്ന സമയമാണ്. രണ്ടും അതിൻ്റെ അർത്ഥം തന്നെയാണ്. ഈ ഒരു വലിയ അമല്, ഈ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കർമ്മം അത് നല്ല നിലക്ക് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതൊരു സന്തോഷമാണ്. ഇത് അസ്റത്തുക ഹസനത്തുക വസാഅത്തുക സയ്യിഅത്തുക ഫഅൻത മുഅ്മിനുൻ എന്നാണ്. ഒരു നന്മ ചെയ്താൽ അതിൽ സന്തോഷം, അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകിയല്ലോ എന്ന ഒരു ശുക്രോടുകൂടെയുള്ള ആ ഒരു സന്തോഷം ഉണ്ടാവുന്നുവെങ്കിൽ, അതുപോലെ അഥവാ മനുഷ്യ സഹജമായി തെറ്റുകളിൽ അകപ്പെടുമ്പോൾ അതിൽ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ളൊരു മനസ്സാണ് നിനക്കുള്ളതെങ്കിൽ ഫഅൻത മുഅ്മിനുൻ, അത് നിൻ്റെ ഈമാനിൻ്റെ അടയാളമാണ് എന്നാണ്. ഈമാനില്ലാത്തവർക്ക് അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവില്ല. തെറ്റുകളിൽ വീണു എന്നതുകൊണ്ട് ദുഃഖം ഉണ്ടാവില്ല. അത് ഉണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ അടയാളമാണ്. അപ്പോൾ ആ നിലക്കുള്ളൊരു സന്തോഷം ആ സമയത്ത് നമുക്കുണ്ടാവുന്നു. പിന്നെ ദാഹം തീർക്കാൻ കഴിയുമ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് ആ നിലക്കൊക്കെ സന്തോഷം ഉണ്ടാവും. അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സന്തോഷം ഏതാണ്? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റഹ്മുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബിനെ കാണുന്ന സന്ദർഭം എന്ന്. നോമ്പുകാരനുള്ള ഒരു വാഗ്ദാനമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നോക്കൂ, നിങ്ങൾ പടച്ച റബ്ബിനെ കാണുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം അതെത്ര വിശാലമാണ്. ഒരു പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, ഒരു റോക്കറ്റോ മറ്റോ സങ്കല്പിച്ചു, അതിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തെ ഒന്ന് ചുറ്റിക്കാണണമെങ്കിൽ കോടിക്കണക്കിന് പ്രകാശവർഷം വേണമെന്നാണ് പറയുന്നത്. ശാസ്ത്രലോകം അവരുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. കാണാത്ത ലോകമൊന്ന് വേറെ. ആ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഹദീസിൽ കാണാം, ഈ പ്രപഞ്ചമാസകലം കുർസിയിലേക്ക് നോക്കുമ്പോൾ വിശാലമായ മരുഭൂമിയിൽ ഒരു മോതിരം കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റിങ് കിടക്കുന്ന പോലെ അത്രയും നിസ്സാരമാണ് എന്ന്. ഇനി ഈ പ്രപഞ്ചവും ഈ കുർസിയും കൂടി അർശിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അപ്പോഴും ഒരു വിശാലമായ ഫലാത്തിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു റിങ് കിടക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ എന്ന്. ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബിനെ കാണാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യം എന്താണുള്ളത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു, അതിൻ്റെ സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. അതിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ അവർണ്ണനീയമാണല്ലോ. അതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായി അവർക്കൊരു അശരീരി വരികയാണ്, അവർ വിളി കേൾക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്കിനി എന്താണ് വേണ്ടത്? ഇനി എന്താണ് വേണ്ടത്? അപ്പോൾ അവർ ചോദിക്കുന്നു, ഇനി എന്താ ചോദിക്കാനുള്ളത്? അലം തുബയ്യദു വുജൂഹന, ഞങ്ങളുടെ മുഖം നീ പ്രശോഭിതമാക്കിയില്ലേ, നീ ഞങ്ങൾക്കെല്ലാം തന്നില്ലേ, ഇനി എന്താണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഒന്നും ചോദിക്കാൻ അവർക്കറിയുന്നില്ല. ആ സമയത്ത് ഫയുർഫഉൽ ഹിജാബു ബൈനഹു വബൈനഹും, അവരുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മറ അങ്ങോട്ട് നീങ്ങും. ആ സമയത്ത് ഫമാ ഉഅ്തു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം, ആ റബ്ബിനെ കാണുക എന്ന ആസ്വാദനത്തേക്കാൾ അവർക്കിഷ്ടമുള്ള മറ്റൊന്നും തന്നെ ഇല്ല എന്ന്. സ്വർഗം വേണ്ട, അതിലുള്ള കൊട്ടാരങ്ങളോ ഹൂരികളോ ഒന്നും വേണ്ട, അതിനൊക്കെ പകരം അള്ളാഹുവിൻ്റെ ലിഖാ നിലനിന്നാൽ മതിയായിരുന്നു എന്ന് കൊതിച്ചു പോകുമെന്നാണ് പറയുന്നത്. വയൻസൗന നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഅ്തിസാലി എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം മറന്നു പോവുകയാണ്. ഇത് ആണ് ഏറ്റവും വലിയ അനുഭൂതി, ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിൽ തന്നെ ജനങ്ങൾ പല അവസ്ഥയിലാണ്. ചിലർക്ക് ആഴ്ചയിൽ കാണാൻ കഴിയുന്നവരുണ്ട്, ചിലർക്ക് വർഷത്തിൽ കാണാൻ കഴിയുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അദ്ന അഹ്ലിൽ ജന്നത്തി മൻസിലതൻ, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ആൾ, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനീയൻ ആരാണ്? മൻ യൻദുറു ഇലാ ബസാതീനിഹി വഖുസൂരിഹി വസുറൂരിഹി വഖദമിഹി മസീറത അൽഫി ആം. അവൻ്റെ ആ വിശാലമായ അവൻ്റെ ആ സുഖ സൗകര്യങ്ങൾ, അള്ളാഹു അവന് കൊടുത്ത അനുഗ്രഹങ്ങൾ, അവൻ്റെ കൊട്ടാരം, അവൻ്റെ തോട്ടം, അവൻ്റെ ഭൃത്യന്മാർ, അവൻ്റെ ആ ഒരു ലോകം, അത് മസീറത്ത് അൽഫി ആം, 1000 വർഷം നടന്നാൽ തീരാത്ത അത്ര വിശാലമായ വിസ്തൃതമായ ആ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന്. അതുകൊണ്ട് എന്താ കാര്യം? 1000 വർഷം ഇങ്ങനെ നടക്കുന്നുണ്ടായത് നമുക്ക് കാണാൻ കഴിയുമോ? കഴിയും. അത് ഈ ലോകമല്ല, ആ ലോകമാണ്.
ആ ലോകത്ത് മയ്യന്ദുറു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതൊക്കെ അവനിവിടെ ഇരുന്ന് നോക്കിക്കാണുകയും ആസ്വദിക്കുകയും അതൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയ ആളായിരിക്കും അവനെന്ന്. എന്നാൽ വഇന്ന അഅല അഹ്ലിൽ ജന്നത്തി മൻസിലതൻ, സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവർ മയ്യന്ദുറു ഇലാ റബ്ബിഹി ബുക്രതൻ വഅശിയ, ഓരോ ദിവസവും രാവും പകലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ കാണാൻ കഴിയുന്നവരാണ്. രാവിലെയും വൈകുന്നേരവും എന്നതിന് പല അർത്ഥവും നൽകാം. ഏതായിരുന്നാലും അവരാണ് ഏറ്റവും ഉയർന്ന ആളുകൾ. അങ്ങനെ വ്യത്യസ്ത അവസ്ഥകളുണ്ട്. അതാണ് ഏറ്റവും വലിയ ആസ്വാദനം, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം ആണ് ഈ നോമ്പ് കൃത്യമായി നിർവഹിച്ച റമളാൻ മാസത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അത് ലഭ്യമാവണമെങ്കിൽ നാം ഈ ഒരു ചൈതന്യം, ഈ ഒരു വിശുദ്ധി നാം നിലനിർത്തണം. നേടിയതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസത്തിലൊക്കെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ അത് സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടന്ന് അതിനെ വർദ്ധിപ്പിക്കാൻ, അതിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ മഹാഭാഗ്യത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറും. അതിന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അവസാനമായി ഒരൊറ്റ ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലെ പ്രത്യേകമായ ചില കൊട്ടാരങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വർണ്ണിച്ച് വിവരിച്ചു. പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഇതൊക്കെ ആർക്കുള്ളതാണ് നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ 4 കാര്യങ്ങൾ നിലനിർത്തുന്ന ആളുകൾക്കുള്ളതാണ്. ലിമൻ അഫ്ശസ് സലാമ വ അത്അമ ത്വആമ വ അദാമ സിയാമ വ സല്ല വന്നാസു നിയാം. 4 കാര്യങ്ങൾ പറഞ്ഞു. 1, സലാം വ്യാപിപ്പിക്കുക, സലാം പറയുക ധാരാളമായി. 2, അന്നദാനം നടത്തുക. 3, നോമ്പ് നിത്യമാക്കുക. 4, രാത്രി ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ നിർവഹിക്കുന്നവർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇതൊക്കെ ചെയ്യാൻ ആർക്കാ കഴിയാതെ, വലിയ ഭാരമുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഉമ്മത്തി സതുതീഖു ദാലിക, എൻ്റെ ഉമ്മത്തിന് അതിന് കഴിയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിൽ തന്നെ വ്യത്യസ്ത അവസ്ഥകളുണ്ട്. നീ ഒരാളെ കണ്ടു, അയാളോട് സലാം പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞപ്പോൾ മടക്കി, അപ്പോൾ ആദ്യത്തെ ആ ഇനത്തിൽപ്പെട്ടു. സലാം വർദ്ധിപ്പിച്ചു എന്ന ഇനത്തിൽപ്പെട്ടു. പിന്നെ അത് കൂടുതൽ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതൊക്കെ അതിൻ്റെ ഉയർന്ന നിലവാരമാണ്. അതിൽ തന്നെ എ ഗ്രേഡും അല്ലെങ്കിൽ A+ഉം അതിൽ താഴെയൊക്കെ ഉണ്ടാവുമല്ലോ, ഏതൊരു വിഷയത്തിലും ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ആ ഇനത്തിൽ പെടാൻ, അതിൽ ഉൾപ്പെടാൻ എത്ര ചെയ്താലും മതി എന്ന് പറയും. പിന്നെ അന്നദാനം നടത്തുക എന്നുള്ളതാണ്. അന്നദാനം നമുക്ക് ലക്ഷക്കണക്കിന് രൂപക്ക് കൊടുക്കാം, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കൊടുക്കാം. അതതിൻ്റെ ഉയർന്ന നിലവാരത്തിൽ നമുക്കെത്താം. അത് ഓരോരുത്തരുടെ അവസ്ഥയാണ്, അവസ്ഥക്കനുസരിച്ച് ചെയ്യാൻ കഴിയൂ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നീ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നല്ല ഭക്ഷണം ഹലാലിൽ നിന്ന് നീ കൊടുത്താൽ ഏറ്റവും ചുരുങ്ങിയ ആ ഒരു ഇനത്തിൽപ്പെട്ടു. അന്നദാനം നടത്തി എന്ന ആ വിഭാഗത്തിൽപ്പെട്ടു. ആ ഒരു ഗ്രേഡ്, അതിൽ ഉയർന്ന ഗ്രേഡ് അല്ലെങ്കിൽ പോലും ആ ഒരു വിഭാഗത്തിൽ പെടാൻ നിനക്ക് സാധിക്കും എന്ന്. പിന്നീട് നോമ്പ് നിത്യമാക്കുക എന്ന്, എന്നും നോമ്പ് അനുഷ്ഠിക്കുക, ഹലാലായ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോക്കുക. അതിലുണ്ട് വ്യത്യസ്ത ഗ്രേഡുകൾ. റസൂലുള്ളാഹി പറഞ്ഞു, റമളാൻ മാസം കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുകയും പിന്നീട് എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ നോമ്പ് നിത്യമാക്കി എന്ന ഇനത്തിൽപ്പെട്ടു. കാരണം 1ക്ക് 10 ആണല്ലോ, അപ്പോൾ 30ൻ്റെ ഫലം ചുരുങ്ങിയതായിട്ട് കിട്ടുന്നു. കൂടുതൽ നോക്കി അത്രയും നന്നായി. അയ്യാമുൽ ബീളോ, പിന്നെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച പോലെയുള്ള ദിവസങ്ങളൊക്കെ ചെയ്യാം. എങ്ങനെയായാലും 3 ദിവസമെങ്കിലും എല്ലാ മാസത്തിൽ നിന്നും നോമ്പ് വെക്കുക. പിന്നെ രാത്രി നിസ്കരിക്കുക എന്ന് പറഞ്ഞു. രാത്രി നിസ്കരിക്കുക പറഞ്ഞാൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാം. 3-1 അല്ലെങ്കിൽ പകുതിയോ 3-2 ഭാഗമോ പല തരത്തിൽ ചെയ്യുന്നവരുണ്ട്, കുറച്ചുറങ്ങി. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ആളുകൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക എന്ന ആ ഒരു ഇനത്തിൽ പെടാൻ അള്ളാഹുവിൻ്റെ റസൂൽ വിശാലമാക്കി തരുന്നത് നോക്കൂ. ഇശാഉം സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആ വിഭാഗത്തിൽപ്പെട്ടു എന്ന്. ഇശാവും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അപ്പോൾ ആ സമയത്തും കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഇനത്തിൽ പ്രവേശിക്കാൻ കഴിയും, ഏറ്റവും ചുരുങ്ങിയത്. ഇനി അത് നമ്മുടെ താല്പര്യമനുസരിച്ച് തൗഫീഖുള്ളവർക്ക് കൂട്ടി വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും, അതുപോലെ തന്നെ ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇന്നക്കും സതറൗന റബ്ബക്കും എന്ന ഹദീസ്, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ കാണാൻ കൊതിച്ചു. ഒരൽപ്പം അള്ളാഹുവിൻ്റെ ഒളിവ് വെളിവായപ്പോൾ പർവ്വതം പൊടിഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീണു എന്ന് നമുക്കറിയാം. അവിടെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലം യതജല്ല മിൻ നൂരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഒളിവിൽ നിന്ന് ഇത്ര മാത്രമേ അന്ന് ആ പർവ്വതത്തിലേക്ക് ഒളിവായിട്ടുള്ളൂ എന്ന്. എന്നാൽ റസൂലുള്ളാഹി പറയാണ്, പൂർണ്ണ നിലാവിൻ്റെ അന്ന് 14-ാം ചന്ദ്രൻ ഉദിക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രനെ എങ്ങനെ കാണാൻ കഴിയുന്നുവോ അത്ര തെളിഞ്ഞ് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും.
ലാ തുളാമൂന ഫി റുയത്തി, അതിലൊരു തിക്കും തിരക്കോ അല്ലെങ്കിൽ ഒരു സംശയമോ ഉണ്ടാവുകയില്ല. ഒരാൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ ഒന്നും ഉണ്ടാവില്ല, കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നിട്ട് റസൂലുള്ളാഹി ഒരു കാര്യം പറയുന്നുണ്ട്, ഫൈൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹി ഫഫ്അലൂ. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പുമുള്ള നിസ്കാരം അത് ഒരിക്കലും വീഴ്ച കൂടാതെ നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നതിൻ്റെ ചുരുക്കം. അഥവാ സുബഹി നിസ്കാരവും അസർ നിസ്കാരവും ഒരിക്കലും വീഴ്ച കൂടാതെ നടത്താൻ ശ്രദ്ധിക്കുക, അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത് എന്ന്. അത് ഇതിൻ്റെ ഒരു കാരണമാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നർത്ഥം. എന്താ പിന്നെ അസറും സുബഹയും പ്രത്യേകം പറയാൻ കാരണം? അത് മഹാന്മാർ പറയുന്നുണ്ട്, ഇന്നമാ ഹസ്സഹുമാ ബിൽ ഹസ്സി ലിമാ ഫി സുബഹി മിൻ മൈലിൻ നഫ്സി ഇലൽ ഇസ്തിറാഹത്തി വന്നൗം. സുബഹി ഉറക്കം താല്പര്യപ്പെടുന്ന സമയമാണ്, എണീക്കാൻ മടിയുള്ള സമയമാണ്. അസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബ് ലോകത്തൊക്കെ അതും ഒരു ഉറങ്ങുന്ന സമയമാണ്, അതിന് ഉച്ചൻ്റെ ശേഷമുള്ളൊരു ഉറക്കം. അത് മാത്രമല്ല, പൊതുവിൽ നോക്കിയാൽ ജനങ്ങൾ ഭൗതിക കാര്യങ്ങളുമായി കൂടുതൽ ജോലിയായി ഇത്തരം കാര്യങ്ങളെ മറന്നു പോകുന്ന സമയമാണ്, അശ്രദ്ധരാകുന്ന സമയമാണ്. ഈ രണ്ട് അശ്രദ്ധമാവാൻ സാധ്യതയുള്ള ഈ നിസ്കാരം സൂക്ഷിക്കുന്നവർ പിന്നെ മറ്റുള്ളതൊക്കെ ഏതായാലും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്. അഥവാ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതാണ് ഈ ലിഖാഇനെ സാധ്യമാക്കാൻ തുടർച്ചയായി നമ്മൾ ഉണ്ടാവേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഈ നോമ്പും ഈ റമദാനും തുടർന്നുള്ള ഈ ജീവിതവും ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെറ്റുകളിൽ നിന്ന്, കബീറത്തുകളിൽ നിന്ന്, വൻദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും, ചെറുദോഷങ്ങളിൽ നിന്ന് പരമാവധിയും ഒഴിഞ്ഞു നിന്നുകൊണ്ട് വല്ലതും സംഭവിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നാം നയിക്കാൻ തയ്യാറായാൽ ഈ റമദാൻ മാസം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇനി അടുത്തൊരു റമദാനിൽ നാം ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഈ റമദാൻ കൊണ്ട് തന്നെ ആ മഹത്തായ ഭാഗ്യത്തിൻ്റെ ഉടമകളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ആദ്യമായി എൻ്റെ നഫ്സിനോടും നിങ്ങളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം റമദാൻ മാസം സ്വീകരിക്കുവാനും അതിനെ ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തവും മഹബത്തും നേടിയെടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.